ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത്. ഈ ഒരു പ്രോഡക്റ്റ് മെയിൻലി നമ്മളുടെ ഈ ആക്നീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സ്പെഷ്യലി ഞാൻ വാങ്ങിച്ചതാണ്. ബിക്കോസ് ഈ സർജിക്കൽ മാസ്ക് ഇട്ടിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻസിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസിൽ പിമ്പിൾസിൻ്റെ ആ ഒരു സ്പോട്ട് കലകളൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ഇതൊക്കെ കുറച്ച് കാലപ്പഴക്കമുള്ള പിമ്പിളിൻ്റെ ഡാർക്ക് സ്പോട്ടാണ്. ഇവിടെയൊക്കെ എനിക്ക് ഡാർക്ക്നെസ് ഉണ്ട്. ഇവിടെ കുറച്ച് അധികമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ തപ്പിയിട്ട് കണ്ടുപിടിച്ച ഒരു ഐറ്റമായിരുന്നു ഈ ഒരു സംഭവം. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി കോവിഡിൻ്റെ ടൈമിലൊക്കെ ആയിരുന്നപ്പോൾ പി ഇടാറുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ N95 മാസ്ക് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഈ ഒരു സർജിക്കൽ മാസ്കും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊക്കെ 2 ലെയർ ഓഫ് മാസ്ക് ഒക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ആ ടൈമിലൊന്നും ഇത്രയ്ക്കും പ്രശ്നം എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര പ്രശ്നം. എന്താണെന്നറിയില്ല, ആ ഒരു സർജിക്കൽ മാസ്കിൻ്റെ ആ ഒരു മെറ്റീരിയൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്നുമായിട്ട് കുറച്ചുകൂടെ ക്ലോസ് കോണ്ടാക്ട് വരുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് പിമ്പിൾസ് വന്നാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ റീസൺ എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ഈ ഒരു പിമ്പിളാണ്. എനിക്ക് ഈ ഒരു ലോവർ ലിപ്പ് പോലും എനിക്കിങ്ങനെ മടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും പെയിൻഫുൾ ആയിട്ടുള്ള പിമ്പിൾ വരെ എനിക്ക് പൊന്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേയൊക്കെ മുന്നേ, അതായത് നമുക്കിങ്ങനെ എൻ്റെത് ഒരു ഓയിലി ടെക്സ്ചർ വരുന്ന ഓയിലി സ്കിന്നുണ്ടല്ലോ, ആ ഒരു വിഭാഗത്തിൽ വരുന്ന ഒരു സ്കിന്നാണ് എൻ്റെത്. ഇപ്പോൾ ആ ഒരു ടെക്സ്ചർ തന്നെ പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മറ്റേത് ഞാനിങ്ങനെ തൊടുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഓയിലിനെസ് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഈ പിമ്പിൾസ് നോർമലി നമ്മൾ ഫേസിൽ പിമ്പിൾസ് പൊന്തുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലിൻമി സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജെൽ ഫോമിൽ വരുന്ന ഒരു ഓയിൻമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് 2.5% വരുന്ന ഈ ഒരു ബെൻസോയിൽ പെറോക്സൈഡിൻ്റെ ഈ ഒരു ജെൽ ഫോമിൽ വരുന്ന ഓയിൻമെൻ്റ് ആണ്. പക്ഷേ ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് വലിയ വർക്ക് ആവുന്നില്ല. ക്ലിൻമി സ്കിനൊക്കെ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അതിങ്ങനെ പിമ്പിൾസ് റെഡ്യൂസ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ അത്ര ഡാർക്ക് സ്പോട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഭയങ്കരമായിട്ട് ഡാർക്ക് സ്പോട്ട്സ് വരുന്നുണ്ട്. ഇത് അതല്ലാതെ വന്നിട്ടുള്ള പിമ്പിളിൻ്റെ മാർക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരികയും പിമ്പിൾസിൻ്റെ മാർക്സ് അതേപോലെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ എനിക്കത് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മളുടെ ആൽപ്സ് ഗുഡ്നസിൻ്റെ ടീ ട്രീ സാലിസൈക്ലിക് ആസിഡ് ആൻഡ് ആപ്പിൾ സിഡർ വിനിഗർ വരുന്ന ഒരു ആക്നെ കൺട്രോൾ ക്ലേ മാസ്ക് ആണ് കേട്ടോ. ഇതൊരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു ക്ലേ മാസ്ക് ആണ്. അപ്പോൾ ഞാൻ ഓർത്തു നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള അതായത് നമ്മൾ ഇത് മാത്രം യൂസ് ചെയ്തിട്ടല്ല, അല്ലാതെയും കുറച്ച് കൈൻഡ് ഓഫ് സ്കിൻ കെയർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം, ഈവൻ ഇഫ് ഇറ്റ് വർക്ക്സ്. അപ്പം ഇത് കൂടാതെ ഞാൻ നമ്മളുടെ ആക്നെ കൺട്രോളിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പിൽഗ്രിമിൻ്റെ 10% നയാസിനമൈഡ് ഫേസ് സീറമാണ് കേട്ടോ. ഇതിൻ്റെ അപ്ഡേഷൻ തരാൻ മാത്രം എനിക്ക് ആയിട്ടില്ല, കാരണം ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 2 ഡേയ്സേ ആയിട്ടുള്ളൂ. സി അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ തന്നെ നമ്മൾ നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യണം, ഡ്രൈ ആക്കിയിട്ടിരിക്കണം. അതിനുശേഷം മാത്രം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഫ്രഷായി വന്നിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഫേസ് അത്യാവശ്യം ക്ലീനും ആണ്, ഡ്രൈയും ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ബിഫോർ നമ്മളിത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് മുൻപേ തന്നെ നമ്മളൊരു പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അത് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും മസ്റ്റാണ്. ഇങ്ങനെയാണ് കേട്ടോ പാക്കേജിങ് വരുന്നത്. അപ്പോൾ ഇത് തുറക്കുമ്പോഴത്തേക്കും നല്ല ഗ്രീൻ കളറിൽ തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ മാസ്ക് ഉണ്ടാകും കേട്ടോ. അപ്പോൾ നല്ല പോലെ ക്ലെൻസ് ചെയ്തിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്യാനാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് ടീ ട്രീ സാലിസൈക്ലിക് ആസിഡ് ആപ്പിൾ സിഡർ വിനീഗർ ആണ്. ഈ ഒരു ടീ ട്രീ ആണ് നമ്മുടെ ആക്നീസ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സാലിസൈക്ലിക് ആസിഡ് നല്ലൊരു എക്സ്ഫോളിയേഷൻ തരും. അതേപോലെ പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അൺക്ലോഗ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ആപ്പിൾ സിഡർ വിനീഗർ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു നാച്ചുറൽ pH മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ഇത് ഫുൾ ഫേസ് അപ്ലൈ ചെയ്തത് നമ്മളൊരു 15 മിനിറ്റ്സ് വെച്ച ശേഷം നമ്മളിത് വാഷ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഏരിയ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇൻ കേസ് കണ്ണിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് കളയണേ. ഇത് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു ബേണിങ് സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി ഇതിൽ ടീ ട്രീ എസെൻഷ്യൽ ഓയിലും സാലിസൈക്ലിക് ആസിഡൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു 15 മിനിറ്റ്സ് ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്കും നല്ല ഒരു കൈൻഡ് ഓഫ് റിസൾട്ട് നമുക്ക് ചിലപ്പോൾ വിസിബിൾ ആവില്ല. ബിക്കോസ് ഇത് നമ്മൾ മെയിൻലി ആക്നെ കൺട്രോൾ ആയിട്ട് കാണുന്ന ഒരു ക്ലേ മാസ്ക് ആണ്. ഇത് സ്യൂട്ടബിൾ ഫോർ ഓയിലി സ്കിൻ എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എൻ്റെ ഒരു ഓയിലി ടെക്സ്ചർ വരുന്നൊരു സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 15 മിനിറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ അതിൽ കുറച്ച് സമയം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഗ്രീൻ ക്ലേ മാസ്ക് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. വാഷ് ചെയ്യാൻ അങ്ങനെ വാം വാട്ടർ വേണം എന്നൊന്നുമില്ല. നമുക്ക് നോർമൽ നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ നമുക്കിത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പൈപ്പ് വെള്ളത്തിൽ ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു ക്ലേ ആയതുകൊണ്ടേ നമുക്കത് ഫേസിൽ നിന്ന് റിമൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് അത്രയും പോർഷനിൽ ക്ലേ അങ്ങ് റിമൂവ് ആയപ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്തത് സ്കിന്ന് നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു ആൽപ്സ് ഗുഡ്നസിൻ്റെ ഗ്രീൻ ക്ലേ മാസ്ക് ഇപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മൂക്ക് ചെറുതായിട്ട് നടഞ്ഞിരിപ്പുണ്ട്. വാഷ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയത് അതെനിക്ക് ഭയങ്കര സ്കിന്ന് കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ചെറിയൊരു സോഫ്റ്റ്നെസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബേണിങ് സെൻസേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മേ ബി എനിക്ക് തോന്നുന്നു ഈ ഒരു ടീ ട്രീ ഉണ്ടല്ലോ അതിൽ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ആ ചെറിയൊരു ബേണിങ് സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അത് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബേണിങ് സെൻസേഷൻ തോന്നുന്നില്ല. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഒരു ഇത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മെയിൻലി ഇതൊരു ഓയിലി സ്കിന്നിന് ആക്നെ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് പോകെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. ഫസ്റ്റ് യൂസിൽ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നല്ലൊരു മൈൽഡ് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. എനിക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ആക്നെ കൺട്രോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കണം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.